പയർ വെച്ചാനായിട്ട് കോഴിക്കോട് നിന്നാണ്ട് എബിൻ്റെ കൂട്ടുകാരൻ വരെ വന്നിട്ടുണ്ട്, ശ്യാമ. എല്ലാവർക്കും ആർക്കാ ഏറ്റവും കൂടുതൽ പറിക്കുന്നതെന്ന് സമ്മാനം ഉണ്ടെന്ന് തോന്നുന്നു. മിനിയമ്മയുടെ വകയായിരുന്ന സമ്മാനം. ഇതുണ്ട് എൻ്റെ നല്ല ക്വാളിറ്റി പയറാ, കണ്ട. എത്ര കിലോ കാണും? ഇവിടെ താഴെ എല്ലാം മാങ്ങ നിൽപ്പുണ്ട് അച്ചാറിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത തന്നെ നമുക്ക് കോവയ്ക്കയും കൂടെ പറിക്കാം. എന്താ, ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പയർ തോട്ടത്തിലോട്ടൊന്ന് വന്നിരിക്കുക. അപ്പോൾ എല്ലാവർക്കും പിച്ചാനായിട്ട് കുറേ പയർ നിൽപ്പുണ്ട്. നമുക്ക് ആ പയറൊക്കെ ഒന്ന് പിച്ച് തുടങ്ങാം. എന്താ, എല്ലാവരും കൂടെ ചേർന്ന് പറിക്കാം. അത്ര മാത്രം നിൽപ്പുണ്ട് നമ്മുടെ പയർ. പയർ വെച്ചാനായിട്ട് കോഴിക്കോട് നിന്നാണ്ട് എബിൻ്റെ കൂട്ടുകാരൻ വരെ വന്നിട്ടുണ്ട്, ശ്യാമ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് തുടങ്ങിയാലോ? തുടങ്ങാം. ഒരറ്റത്തു നിന്നേ അങ്ങോട്ട് തുടങ്ങിക്കോ. ഒരേ പിടിച്ച് ഇപ്പുണ്ട്. കൊണ്ട് തോരന് മെഴുക്കുരുട്ടിയൊക്കെ ഉണ്ട്, കഴിക്കുക എറണാകുളത്തോണ്ട് പോയിട്ട്. പിന്നെ കുഴഞ്ഞെന്ന് പറയരുത്, മമ്മിയുടെ പയർ കഴിച്ച് ഞങ്ങൾ കുഴഞ്ഞു പോയി. ഇതിവിടെ ഈ ഭാഗത്തെല്ലാം നമ്മുടെ വേലിക്ക് പിന്നെ എന്താണ് നമ്മുടെ ശീമക്കൊന്നയുടെ കമ്പ് കുത്തിയിട്ടിരുന്നതായിരുന്നു. അപ്പോൾ അതിനകത്തെല്ലാം പയർ പടർത്തിയിട്ട് ഇഷ്ടം പോലെ പയറാണ് പിടിച്ച് നിൽക്കുന്നത്. അപ്പം മെറിനും സുബിനും കൂടെ ഒക്കെ നട്ട് വെണ്ടയും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. മെറിനും എബിനും സുബിനും കൂടെ നട്ട് അണ്ട കൊമ്പൻ വെണ്ട പിടിച്ച് നിൽക്കുന്നുണ്ടോ? ആ, അപ്പം പറിച്ചോ, എല്ലാവരും കൂടെ അങ്ങോട്ട് തുടങ്ങിക്കേ. പയർ കണ്ടപ്പോഴേ സുബിൻ പേടിച്ചു, ഒരാഴ്ചത്തേക്ക് മതിയെന്നാണ് പറയുന്നത് കേട്ടോ. കൂടുതൽ കൊണ്ടുപോയി അവിടെ ഇരിക്കുമെന്ന്, രണ്ടുപേരല്ലേ ഉള്ള കഴിക്കാൻ. ശ്യാം എറണാകുളത്തിനാണ് പോകുന്നത്. അല്ലെങ്കിൽ ശ്യാമിൻ്റെ അമ്മയ്ക്ക് കൂടെ കുറച്ച് കൊടുത്തു വിടായിരുന്നു, അല്ലയോ? അവരമ്മ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവിടെ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പയറൊക്കെ വീട്ടിൽ വളർത്തിയിട്ടുണ്ട്, പക്ഷേ ഇത്ര ഒരു യെല്ലോ കളർ, കറക്റ്റ് പച്ച കളറല്ലേ? അതുകൊണ്ട് അത് സുമന്ത് പയർ, അങ്ങനത്തെയാണ് വീട്ടിലുള്ളത്. ഇത് അർക്കമംഗളെന്ന് പറയും. ആദ്യത്തെ കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത്തെ തുടങ്ങിയിട്ടുണ്ട്. അത് ശരി. അമ്മ മുറ്റത്ത് തുടങ്ങിയിട്ടുണ്ട്. അമ്മ കാണാറുണ്ട് വീഡിയോ. അമ്മ ഇങ്ങോട്ട് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരാറുണ്ട് കേട്ടോ. പയറിന് ഇന്ന അസുഖമുണ്ട്, എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ആരാ കൂടുതൽ പറിക്കുന്നതെന്ന് നോക്കട്ടെ, ആരുടെ കയ്യാന്ന് അറിയുന്നത്, സൂസനാന്നോ മെറിനാന്നോ? ഈ സുബിനൊക്കെ അനങ്ങാതെ നിൽക്കുന്നുണ്ടില്ലേ? ഈ പപ്പന്മാർ രണ്ടും എന്താ പിച്ചാതെ നിൽക്കുന്നത്? അച്ഛാ അവിടെ അങ്ങ് അറ്റത്ത് നിൽപ്പുണ്ട്, ഇഷ്ടം പോലെ അവിടെ നിൽപ്പുണ്ട്. എവനെ ഇത് നോക്ക എവനെ. അപ്പൊ ഇത് കണ്ട, ഈ നിൽക്കുന്ന കണ്ട സുബിനൊക്കെ മെറിൻ പയർ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും. മെറിനെ ഇതെല്ലാം കൂടെ കണ്ട നീ പയർ ബിരിയാണി ഉണ്ടാക്കിയാലോ? രാജ്മ ചാവൽ ഉണ്ടാക്കിയില്ലേ? രാജമ്മ ചാവല് കുഴപ്പമായിരുന്നോ? പിടിച്ചില്ലേ? ആന്നോ? ഭയങ്കര ഹെവിയാ അത് സാധനം. അവിടെ തന്നെ ഇതുണ്ടോ വെറുതെ നിൽക്കുന്നേ? അവിടെ ശീമക്കൊന്നയുടെ കമ്പ് കുത്തിയിട്ടതാ. എന്തോരം ഇവിടെ നിൽക്കുന്നെന്ന് നോക്കിക്കേ. അയ്യോ, പച്ചു ഇതാണ്ടൊക്കെ നിൽക്കുന്നു. വെറും മത്സരം നടത്തുന്ന മാതിരി അല്ലയോ, ആരാണ് കൂടുതൽ പറിക്കുന്നത്? ഈ പ്രാവശ്യം ഓരോ കളറില് വൈജയന്തി ഇതും എല്ലാം കൂടെ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന ഏതാന്നും പറഞ്ഞിട്ട് ഈ വർഷം പയർ പിടിച്ചതിന് ഒരു കൈയും കണക്കുമില്ലായിരുന്നു. ഇഷ്ടം പോലെ പയർ എല്ലാരും കൊണ്ടുപോയി ഇവിടുന്ന് കേട്ടോ. ഇടയ്ക്കൊന്ന് നമുക്ക് പയർ ഇച്ചിരി മോശമായി, ഇടയ്ക്കൊന്ന്. പിന്നെ അങ്ങ് കണ്ട ഈ പ്രാവശ്യം ഇട്ടതങ്ങ് ഇഷ്ടം പോലെ അങ്ങ് പിടിക്കാം. തറയിലൊക്കെ അങ്ങ് കിടക്കുക. അടുത്ത ആഴ്ച നിങ്ങൾ വരുമോ? അത്രേ ഉള്ളൂ. അപ്പം രണ്ടാഴ്ചത്തേക്കുള്ളത് കൊണ്ടു മടുക്കും ഇല്ലേ? അടുപ്പിച്ചാകുമ്പോഴത്തേക്ക് ഇനി അങ്ങോട്ട് ഇല്ലല്ലേ. എല്ലാവർക്കും ആർക്കാ ഏറ്റവും കൂടുതൽ പറിക്കുന്നതെന്ന് സമ്മാനം ഉണ്ടെന്ന് തോന്നുന്നു. മിനിയമ്മയുടെ വകയായിരുന്ന സമ്മാനം. ഏറ്റവും കൂടുതൽ പയർ പറിക്കുന്ന ആൾക്ക് സമ്മാനം. ഇവര് കോമ്പറ്റീഷനാ. സൂസനാന്ന് തോന്നുന്നു കേട്ടോ, കൈ നിറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ പറിച്ചു. സൂസനാ സമ്മാനം കിട്ടുന്നത്. പക്ഷെ എന്റെ പയർ നല്ല ക്വാളിറ്റി ഉള്ള പയർ, ഞാൻ ക്വാളിറ്റി ഉള്ളത് മാത്രമേ പറിച്ചിട്ടുള്ളൂ. ഇതുണ്ട എൻ്റെ നല്ല ക്വാളിറ്റി പയറാ, കണ്ട.
ഒന്നാം തരം പയർ കണ്ടില്ലേ. പിന്നെ ഇത് കൊമ്പൻ വെണ്ട കണ്ടോ ഇവന്? ഇത് ഞാൻ നട്ടേട്ടോ. നല്ലതുപോലെ പിടിച്ചോണ്ട് മെരം നട്ടയാന്ന്. നല്ലതുപോലെ കാ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് മെറിന് ഓടി വന്നേരം കണ്ടെന്ന് കേട്ടോ. ബാക്കിക്കകത്ത് കായില്ല, അതുകൊണ്ട് മെറിന് നട്ടയല്ല. വിത്തെടുക്കാൻ വേണ്ടി വിത്തിന് വേണ്ടിട്ട്. ഇപ്രാവശ്യം അവർ എല്ലാവരും അവിടെ സന്തോഷം, ആ പയർ പറിക്കുന്ന ഒരു സന്തോഷത്തിലാണ്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തെ വാളരിപ്പയറിൻ്റെ വിളവെടുപ്പിലായിരിക്കും. വളർപ്പ് തുടങ്ങിയതേ ഉള്ളു. നിൽക്കുന്നുണ്ടല്ലേ മരമായിട്ടിരിക്കുക. എല്ലാം ഇങ്ങനെ പടർന്ന് അവിടെ ഇവിടെ എല്ലാം പൂ പിടിച്ചോണ്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഇതുപോലെ വിളവെടുക്കാൻ പറ്റിയൊരു സാധനമാണ് നമ്മുടെ വാളരി. എത്ര കിലോ കാണും? എല്ലാവരുടെയും കൈ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആരുടെ കയ്യിലാണ് കൂടുതലെന്ന് നോക്കട്ടെ. എല്ലാവരുടെയും കൈ കൊണ്ടുവന്നേ നോക്കട്ടെ. ആ സൂസൻ മെടുക്ക കേട്ടോ. അല്ല, നമ്മുടെ താഴെ എല്ലാം മാങ്ങ നിപ്പുണ്ട് അച്ചാറിന് വേണ്ടിയിട്ട്. മെറിൻ കുറേ കൊണ്ടുപോയി അച്ചാറൊക്കെ ഇട്. തന്നെ പഠിക്കണം അച്ചാറൊക്കെ ഇടുന്നത് അല്ലേ സൂസ? അല്ലേ? എപ്പോഴും നമ്മൾ ഇട്ട് കൊടുത്താലോ? പഠിത്തം എല്ലാം പഠിച്ച് തുന്നം പാടട്ടെ. ഇനി നിപ്പുണ്ട്. അതുകൊണ്ട് ആ വലുത് 3 എണ്ണം നിൽക്കുന്നു. എത്തുമോ? അച്ഛത് ഉണക്കക്കമ്പം കണ്ടല്ലേ അപ്പം ഓടി കണ്ടേ. കറ വന്നോ? ശ്യാം ഫസ്റ്റ് അടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പറിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. ഇനി അടുത്ത കോവയ്ക്ക പറിക്കണം നമുക്ക്. പിന്നെ അവിടെ നിൽപ്പുണ്ട് വൈജയന്തി. നോക്കാം അവിടെ എത്രത്തോളം നമുക്ക് പറിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അടുത്ത ഇനി നമുക്ക് കോവയ്ക്കയും കൂടെ പറിക്കാം. എന്താ ഇഷ്ടംപോലെ കോവയ്ക്കയും പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. അല്ല ലൈനായിട്ട് നിൽക്കുക. ബൾബ് കത്തിച്ചിട്ട മാതിരി എവിടെയൊക്കെ നിൽക്കുന്നത്. അതും ആരാണോ കൂടുതൽ പറിക്കുന്നത് കൈ നിറയുന്ന ആരാന്ന് നോക്കട്ടെ. മുട്ടായി വർക്ക് മാതിരിയാണ്. സമ്മാനമുണ്ട്. കൈ നിറയെ കോവയ്ക്ക. ഇഷ്ടംപോലെ കോവയ്ക്കുണ്ട്. നല്ല ആരോഗ്യമുള്ള കോവയ്ക്കാണ്. നോക്കി എല്ലാം നല്ല ലൈറ്റ് കത്തിച്ച് വെച്ചേക്കുന്നത് പോലെ ഈ കോവയ്ക്ക് ഇങ്ങനെ നിരപ്പിൽ ലൈനായിട്ട് നിൽക്കുന്നത് നല്ല രസമാണ്. പക്ഷെ ഇതെല്ലാം പടർത്തി തന്നത് പപ്പ കേട്ടോ. ആ ക്രെഡിറ്റ് എന്തായാലും പപ്പയ്ക്ക് തന്നെയാണ്. ഇത്രയും ചെയ്തതുകൊണ്ടാണ് ഇത്രയൊക്കെ പറിക്കുന്നത്. അല്ലെങ്കിൽ വള്ളി കെട്ടി കൊടുത്തില്ലെങ്കിൽ ഇത്രയൊന്നും പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഇവിടെയൊക്കെ വൈജയന്തി പയറാണ് നിൽക്കുന്നത് കേട്ടോ. കുറേയൊക്കെ മൂത്ത് നിൽക്കുകയാണ്. അല്ലാത്തതും ഒക്കെ നിൽപ്പുണ്ട്. ഇഷ്ടം പോലെ വൈജയന്തി പയറും പിടിച്ച് നിൽപ്പുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഏതെങ്കിലും പയർ നമ്മുടെ മുറ്റത്ത് ഒന്ന് നട്ടുപിടിപ്പിക്കണമെന്ന്. അപ്പോൾ ഇതേപോലെ നമുക്ക് പയറൊക്കെ പിച്ചെടുക്കാം. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കുമ്പളം വളർന്നേറി വരുന്നുണ്ട്. കണ്ടോ കുമ്പളത്തെ പടർത്തി വിട്ടേക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ എല്ലാം കുമ്പളങ്ങയായിരിക്കും. അതാണ്ടേ ഇതങ്ങോട്ട് പടർന്ന് കയറി പോകുന്നുണ്ടോ? അതെ എന്ന് പറഞ്ഞേക്കാം. അപ്പം നമ്മളവിടെ പുതുതായിട്ട് കോവൽ വള്ളി നട്ടുപിടിപ്പിച്ചു. അതിനകത്ത് നമുക്ക് എന്തോ ഇഷ്ടംപോലെ കോവയ്ക്കായിട്ടുണ്ട്. നോക്കിക്കേ, അടിപൊളി കോവയ്ക്ക. 2 ആഴ്ചത്തേക്ക് കഴിക്കാനുള്ളതുണ്ട് ഇല്ലയോ? ഫ്രഷ് ആയിട്ടുള്ള പയറും ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക. ഇനി എന്തോ വേണം? പിന്നെ കറിവേപ്പിലയുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്, അതുപോലെ തന്നെ പച്ചമുളകുണ്ട്. എന്ത് വേണമെങ്കിലും ഉണ്ട്. ആർക്കാ ഏറ്റവും കൂടുതൽ പയർ കിട്ടിയേക്കുന്നേ? എനിക്ക്. ആയിരിക്കുമല്ലോ. ഉണ്ടോ? ശ്യാമിന് കിട്ടിയ പയർ. അങ്ങനെ നമ്മളെല്ലാരും ഇത്രയും പയർ ഓരോരുത്തർക്കും ഓരോ പിടി വീതം, 2 പിടി വീതം. ഞാൻ 2 കൈ കൊണ്ടാ പിടിച്ചേക്കുന്നേ. അപ്പൊ അവരവര് വരച്ചത് അവരവരങ്ങ് കൊണ്ടുപോവാ ഇല്ലയോ? ഞാൻ ആർക്കും കൊടുക്കത്തില്ലെന്നും പറഞ്ഞാൽ എല്ലാരും പിടിച്ചോണ്ടിരിക്കുന്നേ. ഇഷ്ടം പോലെ ഇനിയും പറിക്കാൻ നിൽപ്പുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ ഒത്തൊരുമിച്ചൊക്കെ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ
ഒരു കൈയല്ല 2 കൈയോ 3 കൈയോ നിറച്ച് പയർ ഇതേപോലെ പറിക്കാം. ശ്യാമി പയർ കൊണ്ട് കോഴിക്കോട് വരെ ഇപ്പം പോകുന്ന പറയാം. എല്ലാം ഞാൻ കൊണ്ടുപോകാം. കൊണ്ടുപോവാ. ചാരോടത്തിൽ പറഞ്ഞു വിട്ടത്തുള്ളൂ. ഈ പയർ കണ്ടപ്പോ ശ്യാമിന് ഇഷ്ടം. എങ്ങനെയുണ്ട് ശ്യാമ ഈ പയർ കൃഷി കണ്ടിട്ട്? ഇത്രയും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആന്നോ? പയർ കൃഷി എന്ന് പറഞ്ഞ് കേട്ടിട്ട് ഇപ്പോഴാ കണ്ടത്. ഇപ്രാവശ്യം പറഞ്ഞാൽ നിറയെ പയറായിരുന്നു ഇവിടെ. പയറ് പറിച്ച് ഇഷ്ടം പോലെ പറിച്ചു. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. എല്ലാ നടുന്നിടത്തെല്ലാം പയറും. എനിക്ക് തോന്നുന്നത് ഈ ഇടുന്ന വളത്തിന്റെ ആണോ അതോ ഞാൻ ഒഴിക്കുന്ന എൻ്റെ മനസ്സ് ഞാൻ ഒഴിക്കുന്ന വെള്ളത്തിന് എന്നറിയാൻ വയ്യ. പപ്പ ഒഴിക്കുന്ന വെള്ളത്തിന്റെ ആണോ മമ്മിയുടെ മനസ്സിന്റെ ആണോ എന്ന് അറിയാൻ മേല. എന്തായാലും നല്ല ഒരു അനുഭവമാണ്. കാരണം ഈ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സന്തോഷത്തിന്റെ സമയം. എന്നാലും റിട്ടയർമെന്റ് കഴിയുമ്പം ഇത്രയൊന്നും ആയിരിക്കത്തില്ലല്ലോ അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ. അത് ഞാൻ പിന്നെ പറയാം. ഇവിടെ ഇനി കിലോ കണക്കിനായിരിക്കും പറിക്കുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരുന്നത് കൊണ്ട് എനിക്ക് പിന്നെ എൻ്റെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനും പച്ചക്കറിയൊക്കെ നോക്കാനും പപ്പ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇത്രയൊക്കെ പയർ ഞങ്ങൾ പിച്ചുന്നത്. പയർ മാത്രമല്ല കേട്ടോ, കോവലുണ്ട്, മറ്റുള്ള എല്ലാ സംഭവങ്ങളും. ഇപ്പം വാളരിപ്പയർ, വെണ്ടയ്ക്ക എല്ലാം എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയല്ലേ? അതെ, വരുന്നവരെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇന്ന് ഇത്രയും പറിച്ചാൽ നാളെയും കാണും അത്രേ. മമ്മി പയർ വെച്ചാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു 4 പയർ കാണും, എല്ലാം കൂടെ ചേർത്ത് വെച്ചെടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് നോക്കി എല്ലാവരുടെയും കൈ നിറച്ചുകൊണ്ട് പയർ. അപ്പൊ ഒരു നല്ല വിളവല്ലേ? ഇത്രയും ഒരുമിച്ച് വിളവ് എടുത്തിട്ടില്ല ഇതുവരെ. 3 കിലോ എങ്കിലും കാണും. നമ്മൾ ഇതുവരെ വിളവ് എടുത്തതില് ഏറ്റവും കൂടുതൽ വിളവാന്ന് തോന്നുന്നു ഇപ്രാവശ്യം കിട്ടിയത്. 5 കിലോയ്ക്ക് പറിക്കാൻ നിൽക്കുന്നത്. അതാണ് മമ്മിയുടെയും പപ്പയുടെയും കഷ്ടപ്പാടാണ്. രണ്ടുപേരും ആഞ്ഞ് കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ നല്ല വിളവുണ്ട് ഇപ്രാവശ്യം. എന്താണെന്ന് അറിഞ്ഞൂടാ. നല്ല കാലാവസ്ഥയൊക്കെ കിട്ടി, വളത്തിന്റെയും ഒക്കെ ആവാം. നമ്മളെപ്പോഴും പറയത്തില്ല, കൃഷികൾ വേണമെങ്കിൽ വർഷം മുഴുവനും നമുക്ക് ചെയ്യാം ഓരോ കൃഷികൾ. പക്ഷെ അതിന്റെ അതായത് സീസണിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാൻ നല്ല ഹാർവെസ്റ്റ് കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ഹാപ്പിയാണ് ഇത്രയും പിച്ചിട്ട്. സൂസൻ ഇത്രയും പയറൊക്കെ പിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തോ കണ്ടിട്ട് അറിയാമല്ലോ. അപ്പൊ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് സ്വന്തമായിട്ട് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വാക്യങ്ങളൊക്കെ പറയുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങളെല്ലാവരും ബൈ.